തമിഴ്നാട്ടിലെ ബി.ജെ.പി. പ്രവർത്തകർക്ക് ഒരു അക്കിടി പറ്റി. വെറും അക്കിടിയല്ല, ഒന്നൊന്നര അക്കിടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി റാണിപ്പെട്ടിലും അരക്കോണത്തും സ്ഥാപിച്ച പോസ്റ്ററുകളാണ് ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിയത്. അമിത്ഷായ്ക്ക് പകരം ഗുണ സിനിമയുടെ സംവിധായകനും നടനുമായ സന്താന ഭാരതിയുടെ ചിത്രമാണ് പോസ്റ്ററിൽ ഉള്ളത്. പോസ്റ്റർ പലയിടത്തും പ്രദർശിപ്പിച്ചതോടെ വിവാദം കനക്കുകയായിരുന്നു. ബി.ജെ.പി. പ്രവർത്തകർക്ക് സ്വന്തം നേതാവിനെ തിരിച്ചറിയാൻ പോലുമുള്ള കഴിവില്ലെന്ന് പരിഹസിച്ചുകൊണ്ട് DMK പ്രവർത്തകരടക്കം രംഗത്തെത്തി. ഒട്ടനവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. 56ാമത് CISF റൈസിംഗ് ഡേയിൽ പങ്കെടുക്കാനാണ് അമിത്ഷാ ഇന്നലെ തമിഴ്നാട്ടിലെത്തിയത്. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ, CISF ഡയറക്ടർ ജനറൽ രാജ്വീന്ദർ സിംഗ് ഭാട്ടി എന്നിവരും ചടങ്ങിൽ അമിത്ഷായെ അനുഗമിച്ചു. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ വിദ്യാഭ്യാസം തമിഴിൽ നൽകാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് ചടങ്ങിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചത് വാർത്തയായിരുന്നു. വിദ്യാലയങ്ങളിൽ ഹിന്ദി ഭാഷ പഠിപ്പിക്കണമെന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുയരുന്നതിനിടെയാണ് നിർദ്ദേശം. മോദി സർക്കാർ ഇപ്പോൾ പ്രാദേശിക ഭാഷയിലും പരീക്ഷകൾ എഴുതാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നുണ്ടെന്നും അമിത്ഷാ ചടങ്ങിൽ പറഞ്ഞു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷകൾക്ക് കേന്ദ്ര സർക്കാർ പ്രാമുഖ്യം നൽകുന്നുണ്ട്. CISF ഉൾപ്പെടെയുള്ള കേന്ദ്ര സർവീസുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളിൽ പോലും പ്രാദേശിക ഭാഷകൾ ഉൾപ്പെടുത്താൻ മോദി സർക്കാർ അനുമതി നൽകി. 2023 തമിഴ് ഉൾപ്പെടെ 13 പ്രാദേശിക ഭാഷകളിൽ എഴുതാനുള്ള അംഗീകാരം കേന്ദ്രം നൽകിയത്. തമിഴിനും അതിന്റെ പൈതൃകത്തിനും മോദി സർക്കാർ പ്രാധാന്യം നൽകുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. ചടങ്ങിന് തൊട്ടു പിന്നാലെയാണ് പോസ്റ്റർ വിവാദം വന്നത്. വർത്തമാനകാല ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് അമിത്ഷായെ വിശേഷിപ്പിച്ച പോസ്റ്ററിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അരുൾമൊഴിയുടെ പേരുണ്ട്. തന്റെ അറിവോടെയല്ല പോസ്റ്റർ സ്ഥാപിച്ചതെന്നും തനിക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ലെന്നും അരുൾമൊഴി പറഞ്ഞു. ഇതിനു പിന്നിൽ രാഷ്ട്രീയ എതിരാളികളാണെന്നും BJPയെ നാണം കെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും അരുൾമൊഴി കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ BJP പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.